ഹലോ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ മോയ്സ്ചറൈസറിനെ കുറിച്ചാണ്. എന്താണ് മോയ്സ്ചറൈസർ, അത് എങ്ങനെ പല സ്കിൻ ടൈപ്പിൽ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന നാച്ചുറൽ മോയ്സ്ചറൈസർ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് വളരെ യൂസ്ഫുള്ളാണ് ഉള്ള വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും അത് നിങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യും. പരീക്ഷിക്കല്ല, നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളത് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്വാഭാവികമായ ജലാംശം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സ്ട്രക്ചർ എൻ്റെ മിനുസവും അതുപോലെ തന്നെ നല്ല തിളക്കവും ആക്കി തീർക്കുന്നതിനാണ് മോയ്സ്ചറൈസർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു ഗുണം മോയ്സ്ചറൈസറിനുള്ളത്, നമ്മുടെ ഈ ലാഫ് ലൈൻസ് ഉണ്ടല്ലോ, ഇവിടെ കാണുന്നതാണ് ലാഫ് ലൈൻസ്. അതുപോലെ ഈ കൺതടൻ സൈഡിൽ കാണുന്നതാണ് ക്രോസ് ഫീറ്റ് എന്നാണ് അത് ഞങ്ങളുടെ ഭാഷ. അപ്പോൾ ഈ ക്രോസ് ഫീറ്റും ലാഫ് ലൈൻസും എല്ലാം നമുക്ക് മറയ്ക്കുന്നതിനും ഈ മോയ്സ്ചറൈസർ വളരെ ഉപകാരപ്രദമാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ കാലാവസ്ഥയിലുള്ള വ്യതിയാനം നമ്മുടെ ഈ മോയ്സ്ചറൈസറിൻ്റെ ശരീരത്തിൽ മോയ്സ്ചറൈസറിനെ ബാധിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ കാലാവസ്ഥയിൽ നമ്മുടെ സ്കിന്നിലെ ജലാംശത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും എല്ലായിരിക്കും. അതും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പിന്നെ പലതരം സ്കിൻ ടൈപ്പാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഈ പലതരം സ്കിൻ ടൈപ്പിന് എല്ലാം ഒരു മോയ്സ്ചറൈസർ അല്ല ഉപയോഗിക്കേണ്ടത്. പലതരം സ്കിൻ ടൈപ്പിന് പല അളവിൽ പല രീതിയിലുള്ള മോയ്സ്ചറൈസറാണ് നമുക്ക് വേണ്ടത്. അതെല്ലാവരും മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ മേടിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും മോയ്സ്ചറൈസർ ആവശ്യമുള്ള സ്കിൻ ടൈപ്പ് ഡ്രൈ സ്കിന്നും ഏജിങ് സ്കിന്നുമാണ്. അപ്പോൾ ഈ സ്കിൻ ടൈപ്പിലുള്ളവർ ദിവസത്തിൽ 2 പ്രാവശ്യം, അതായത് രാവിലെയും വൈകിട്ടും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. അത് ആ സ്കിൻ ടൈപ്പിന് ആവശ്യമാണ്. കൂടാതെ മേക്കപ്പ് ഇടുമ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോഴും മോയ്സ്ചറൈസർ ഇടണം. അതിപ്പോൾ അറിയാമല്ലോ അല്ലേ, ക്ലെൻസിങ്ങും ടോണിങ്ങും കഴിഞ്ഞാണ് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. അപ്പോൾ ഈ സ്കിൻ ടൈപ്പുകാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മേക്കപ്പിന് മുന്നേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പിന്നെ ഉള്ളത് ക്രീം രൂപത്തിലുള്ള മോയ്സ്ചറൈസർ, അതായത് ഈ കൺസിസ്റ്റൻസി കൂടിയ മോയ്സ്ചറൈസറാണ്, അതായത് ഹെവി മോയ്സ്ചറൈസറാണ് ഈ സ്കിൻ ടൈപ്പുകാർക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രൈ സ്കിൻ ഉള്ളവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ളത്, ഏജിങ് സ്കിന്നും ഉള്ളവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ളത്. അടുത്തതായിട്ട് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് നാച്ചുറലായിട്ട് മോയ്സ്ചറൈസർ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ അവർക്ക് ആവശ്യമേ ഇല്ല. അത് ഇനി ചിലവർക്ക് കൺതടങ്ങൾ, അതുപോലെ കഴുത്ത്, അതുപോലെ നമ്മുടെ കവിളിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം പിന്നെ ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ള ഏരിയയിൽ മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതിയാകും. അതും ദിവസത്തിൽ 1 പ്രാവശ്യം ആവശ്യമാണെങ്കിൽ മാത്രം. അപ്പോൾ ഈ ടൈപ്പ് സ്കിൻ ടൈപ്പുകാർ വാങ്ങുന്ന മോയ്സ്ചറൈസർ ഓയിൽ ഫ്രീ ആയിരിക്കണം, അതുപോലെ വാട്ടർ ബേസ്ഡ് ആയിരിക്കണം, പിന്നെ ജെൽ രൂപത്തിലും ഉള്ളതും ഈ സ്കിൻ ടൈപ്പുകാർക്ക് നല്ലതാണ്. അവരുപയോഗിക്കേണ്ടത് ആ ടൈപ്പാണ്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മുടെ നോർമൽ, അതുപോലെ തന്നെ സെൻസിറ്റീവ് കോമ്പിനേഷൻ സ്കിന്നുകാരെ സംബന്ധിച്ച് പിന്നെ മോയ്സ്ചറൈസറിൻ്റെ അവർക്ക് ആവശ്യമേ ഇല്ല. കാരണം അവർക്ക് ഓൾറെഡി അവർ ഫേസ് പാക്കുകളും മാസ്കുകളും ഒക്കെ ഇടുന്നവരാണെങ്കിൽ അത് മതിയാകും അവരെ സംബന്ധിച്ച്. അപ്പോൾ പിന്നെ ഇനി നിർബന്ധമാണ് ഇടണം എന്നുണ്ടെങ്കിൽ ദിവസത്തിൽ 1 പ്രാവശ്യം മാത്രം, അതും വൈകിട്ട് രാത്രിയിൽ മാത്രം അപ്ലൈ. രാത്രിയിൽ നിന്ന് ഞാൻ പറഞ്ഞത് രാത്രി കിടക്കുമ്പോഴല്ല കേട്ടോ, നമ്മളത് കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്ത് അത് തുടച്ച് കളഞ്ഞിട്ട് കിടന്നാൽ മതി. നമ്മളത് മുഖത്തിട്ട് ഈ സ്കിന്നുകാർ കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ മതി.
പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ 3ഉം 4ഉം വിരലുകൾ വെച്ച് നമ്മൾ ഔട്ട്വേർഡ് മസാജാണ്. അതായത് ലാഫ് ലൈനൊക്കെ വരുമ്പോൾ നമ്മൾ ഈ 3ഉം 4ഉം വിരൽ ഇങ്ങനെ പതുക്കെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ഔട്ട്വേർഡ് മസാജ്, കണ്ണിൻ്റെ തടത്തിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അത് നമ്മളിവിടെ പ്രഷർ പോയിൻ്റ് ഉണ്ട്, അവിടെ നമ്മൾ പതുക്കെ വെക്കണം. അമർത്തി വെച്ചാൽ തലവേദന എടുക്കും കേട്ടോ. അപ്പോൾ വളരെ പതുക്കെ വെക്കുക. ചിലവർക്ക് ഫോർഹെഡിലുണ്ടാവും, അപ്പോൾ ഫോർഹെഡിൽ നിന്നും എടുത്ത് പ്രഷർ പോയിന്റിൽ വെക്കുക. വളരെ സോഫ്റ്റായിട്ട് വേണം, വളരെ കുറച്ച് എടുത്താൽ മതി. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം നോർമൽ ടു പിന്നെ സെൻസിറ്റീവ്, അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ലോഷൻ രൂപത്തിലുള്ള പിന്നെ മോയ്സ്ചറൈസറാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ ഏജിങ് സ്കിന്നുകാർ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, അതിനകത്ത് പിന്നെ സ്കിൻ ഫുഡ് അടങ്ങിയ, അതായത് നമ്മുടെ ഏജിങ് വളരെ സ്ലോ ആക്കുന്ന പ്രോപ്പർട്ടീസ് അടങ്ങിയ പിന്നെ ക്രീമുകൾ കിട്ടും. അപ്പോൾ അത് വാങ്ങി ഉപയോഗിക്കണം. പിന്നെ ഒത്തിരി പേര് മോയ്സ്ചറൈസറിൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ക്രീമും മോയ്സ്ചറൈസറും ഒന്നാണോ, അത് വെവ്വേറെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു റിപ്ലൈ ആണ് ഇത്. അപ്പോൾ അവർ പ്രത്യേകം അത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി ഞാൻ വേറെ വീഡിയോ ഇടില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നാച്ചുറൽ റെമഡീസിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണ നാച്ചുറൽ റെമഡി നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും നമ്മുടെ വെളിച്ചെണ്ണ നല്ലതാണ്. അത് നമുക്ക് 2 നേരവും നമുക്ക് അപ്ലൈ ചെയ്യാം. ഉറങ്ങുമ്പോഴും നമുക്കത് കുറച്ചെടുത്ത് മസാജ് ചെയ്ത് കിടക്കാം. അതുകൊണ്ട് വെളിച്ചെണ്ണ നിങ്ങൾ തള്ളിക്കളയാതെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പ്രഷ്യസ് ആയിട്ട് കണക്കാക്കി എടുത്ത് വെച്ച് യൂസ് ചെയ്യണം കേട്ടോ. ഈ മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ലാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ കാര്യം. ഓക്കെ. എന്നാൽ പിന്നെ ഇനി ഡ്രൈ സ്കിന്നിന് വേറെ നമുക്കുള്ള നാച്ചുറൽ റെമഡീസ് നമ്മുടെ അവണക്കെണ്ണയാണ്. കാസ്റ്റർ ഓയിൽ 2 or 3 തുള്ളി എടുത്ത് രാവിലെയും വൈകിട്ടും മസാജ് ചെയ്യുക, കഴുത്തിലും മുഖത്തും എല്ലാം. വളരെ എഫക്റ്റീവാണ് കാസ്റ്റർ ഓയിൽ. അതുപോലെ തന്നെ മോരിന് ഒത്തിരി വൈറ്റമിൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതെനിക്ക് പ്രത്യേകം പറയാൻ നേരമില്ല, നമ്മുടെ വീഡിയോ ടൈം കൂടിപ്പോവേ. അപ്പോൾ മോര് നമുക്ക് ഒരു കോട്ടണിൽ നനച്ച് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് എടുത്താൽ നല്ലൊരു മോയ്സ്ചർ എഫക്റ്റ് കിട്ടും മുഖത്ത്. പിന്നെ ബദാം ഓയിലും ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ്. ഇതുപോലെ തന്നെ വളരെ വൈറ്റമിൻസ് അടങ്ങിയതാണ്. അത് 2 നേരവും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഏജിങ് സ്കിന്ന് ഉള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷിയ ബട്ടർ ബെസ്റ്റാണ്. അത് കുറച്ചെടുത്ത് കൈവച്ച് നന്നായിട്ട് അത് മസാജ് ചെയ്ത് മുഖത്തും കഴുത്തിലൊക്കെ 2 നേരം അപ്ലൈ ചെയ്യാം. വൈറ്റമിൻ എ ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പുറത്ത് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവക്കാഡോ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതിനകത്ത് എയുണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. മാത്രമല്ല അവക്കാഡോ പൾപ്പ് നമ്മൾ ആവശ്യമില്ല. അവക്കാഡോ കഴിച്ചിട്ട് അതിൻ്റെ ഇന്നർ സ്കിന്നാണ് വെച്ചാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റാണ് ഈ മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഓയിലി സ്കിന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്കതിൻ്റെ നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും ഇനിയിപ്പോൾ മോയ്സ്ചറൈസർ വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് നമ്മുടെ ചെറുനാരങ്ങ നീര് 1 സ്പൂണ്, അതുപോലെ കാസ്റ്റർ ഓയിൽ അല്ലല്ലോ ഗ്ലിസറിൻ കേട്ടോ. ചെറുനാരങ്ങ നീരും ഗ്ലിസറിനും പഞ്ചസാരയും. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ചെറുനാരങ്ങ നീര്, അതിൽ ഗ്ലിസറിൻ 1 സ്പൂൺ ഇടുക. എന്നിട്ട് മുഖത്തെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്, പിന്നെ മുഖത്തെല്ലായിടത്തും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈ ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. പിന്നെ അടുത്ത സ്കിൻ ടൈപ്പുകാർ പിന്നെ നോർമലും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും അലോവേറ നല്ലതാണ്.
പിന്നെ അതുപോലെ അലോവേറയുടെ പൾപ്പ് അത് അറിയാമല്ലോ അല്ലേ. അലോവേറ നേരിട്ട് നമ്മൾ പറിച്ച് എടുക്കരുത്, കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു ജ്യൂസ് ഉണ്ട്, ഒരു മഞ്ഞ നിറത്തിലുള്ള. അത് പോയി കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തെ പൾപ്പ് എടുത്ത് മുഖത്ത് ജ്യൂസായിട്ടോ പൾപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ കുക്കുംബർ ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ കൺതടങ്ങളിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടോ, കൺതടങ്ങളിൽ മുഖത്തിടുന്ന നമ്മൾ വാങ്ങുന്ന മോയ്സ്ചറൈസർ കൺതടങ്ങളിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ. അത് റെഗുലറായിട്ട് അത് അപ്ലൈ ചെയ്താൽ കൺതടങ്ങൾ പഫ്നെസ് വരുന്നതിനും ചുളിവുകൾ വീഴുന്നതിനും എല്ലാം ഇടയാകും. അതുകൊണ്ട് കൺതടങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഐ ക്രീമുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ വാങ്ങി ഉപയോഗിക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ കുക്കുംബർ ഏറ്റവും നല്ല കൺതടങ്ങൾക്ക് പറ്റിയ മോയ്സ്ചറൈസറാണെന്നുള്ള കാര്യം ആരും മറക്കരുത്. കുക്കുംബർ സ്ലൈസ് ചെയ്ത് വെച്ചാലും മതി, ജ്യൂസ് കോട്ടണിൽ മുക്കി വെക്കാം, ഇതെല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിന്നെ നോർമൽ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ഉള്ളവർക്ക് മോരും നല്ലതാണ്, ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയും നല്ലതാണ്. അപ്പോൾ ഈ സ്കിൻ ടൈപ്പ് ഉള്ളവർ ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ ഉള്ള നാച്ചുറൽ മോയ്സ്ചറൈസറായിട്ട് എനിക്ക് തരാനുള്ളത്. പിന്നെ നമുക്ക് കുളിക്കുന്ന വെള്ളത്തിൽ പാലൊഴിച്ച് കുളിക്കാം. പാല് നമ്മുടെ ശരീരത്തിൽ മൊത്തം പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തം മോയ്സ്ചറൈസറാകും. അതുപോലെ പാൽപ്പൊടി ഒരു കിഴിയിൽ കെട്ടി വെള്ളത്തിലിട്ട് അങ്ങനെ നമുക്ക് ആ വെള്ളം യൂസ് ചെയ്യാം. പിന്നെ ഒലിവ് ഓയിലും ലാവൻഡർ പെർഫ്യൂം അല്ല, അത് എസൻഷ്യൽ ഓയിലാണ്. ഒലിവ് ഓയിൽ ചിലർ കറുത്തു പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുന്നവർ ഉപയോഗിക്കണ്ട കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലൊഴിച്ച് നമുക്ക് കുളിക്കാം. ഇതിലെല്ലാത്തിലുപരി നമ്മുടെ വെളിച്ചെണ്ണ ശരീരം ആസകലം തേച്ച് കുളിക്കുക, അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഓട്സും നല്ലതാണ് കേട്ടോ. വെള്ളത്തിൽ ഓട്സ് ഒരു കിഴിയിട്ടിട്ട് ആ വെള്ളത്തിൽ കുളിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ മോയ്സ്ചറൈസറെ നിലനിർത്താൻ വളരെ നല്ലൊരു റെമഡിയാണ്. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞു, വാങ്ങുന്ന മോയ്സ്ചറൈസറിനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നമ്മുടെ നാച്ചുറൽ റെമഡീസ് പറഞ്ഞു. ഇനി ഇതിനെല്ലാം മടിയുള്ളവർക്ക് ഞാൻ വീട്ടിലുണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഒരു ക്രീം പറഞ്ഞു തരാം. ഇതിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായിട്ട് ഇടാം. അപ്പോൾ അത് വായിച്ച് നോക്കണേ, എന്നിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ലെനോളിൻ 3 ടേബിൾ സ്പൂണാണ്, ഹണി 1/2 ടേബിൾ സ്പൂൺ, ലെസിദിൻ അത് 1 ടേബിൾ സ്പൂൺ, അതുപോലെ ചൂടുവെള്ളം 4 ടേബിൾ സ്പൂൺ, കൂടാതെ പെർഫ്യൂമിന് ലാവൻഡർ ഏതാനും തുള്ളി ലാവൻഡർ മതി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ ലെനോളിനും ഹണിയും ലെസിദിനും ഡബിൾ ബോയിൽഡ് സിസ്റ്റത്തിൽ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് അത് മെൽറ്റ് ചെയ്ത് സ്പൂൺ വെച്ച് ഇളക്കി മെൽറ്റ് ചെയ്ത് എടുത്തിട്ട് ഈ സെയിം ചൂടാക്കണം. നമ്മൾ ഈ മെൽറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അത്രയും ചൂട് തന്നെ വെള്ളം, ഈ 4 സ്പൂൺ വെള്ളം എന്ന് പറഞ്ഞല്ലോ, ആ വെള്ളം ആ ചൂട് തന്നെ കീപ്പ് ചെയ്യണതാണ് നല്ലത്. ആ ചൂടിലെ വെള്ളം ചൂടാക്കിയിട്ട് ഇതിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത്, കുറേശ്ശെ ഒഴിക്കാവൂ, ഒരുമിച്ചൊഴിക്കരുത്. അങ്ങനെ അത് മിക്സ് ചെയ്ത് അത് തണുക്കുമ്പോൾ നമുക്കൊരു സ്മെല്ലിന് വേണ്ടി ലാവൻഡർ എസൻഷ്യൽ ഓയിൽ 3-4 തുള്ളി അതിലൊഴിച്ച് വെച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും. ഇത് നിങ്ങൾക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും, പ്രത്യേകിച്ച് ഡ്രൈ ഏജിങ് സ്കിന്ന് അതുപോലെ നോർമൽ സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ എന്നാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നല്ലൊരു അറിവായിരിക്കും അവർക്കൊക്കെ. അപ്പോൾ പിന്നെ മാത്രമല്ല എനിക്ക് പിന്നെ ലൈക്ക് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എനിക്ക് ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ എന്നാൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.